മക്കളെ, ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് പറയാനുള്ളത് നോക്കാം. ലെറ്റ് എ 3-dimensional ജോമെട്രി ആണ് ക്വസ്റ്റ്യൻ, അല്ലെ? ലെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ എൽ പാസസ് ത്രൂ ദ പോയിന്റ് 2, -1, 3 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻസ്. സ്ട്രെയിറ്റ് ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ്. നോക്കാം, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈന്, നമ്മളോട് പറഞ്ഞത് ഒരു സ്ട്രെയിറ്റ് ലൈന് പാസസ് ത്രൂ ദ പോയിന്റ് P2, -1, 3 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദീസ് 2 ലൈൻസ്. അതെന്താണ്? മറ്റ് ഗിവൺ 2 ലൈൻസിന് പെർപെൻഡിക്കുലറുമാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഗിവൺ 2 ലൈൻസിന് അത് ഏതെങ്കിലും അല്ല, ഗിവൺ ലൈൻസിന് അത് പെർപെൻഡിക്കുലറുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗിവൺ ലൈൻസിൻ്റെ ഇക്വേഷൻ, ആ ലൈൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് ലൈനിൻ്റെ DR എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കോ, അത് എന്താണ്? 2, 1, -2 ആണ്. സെക്കൻഡ് ലൈൻ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1, 3, 4 ആണ്. ഓക്കെ, സോ ദാറ്റ് ലൈൻ പാരലൽ ടു ദ വെക്റ്റർ, അല്ലെ? ദാറ്റ് ലൈൻ പാരലൽ ടു ഏത്? 2i + j-2kക്ക് പാരലലാണ്. ആൻഡ് ദിസ് ലൈൻ പാരലൽ ടു ദ വെക്റ്റർ എന്താണ്? i + 3j + 4kക്ക് പാരലലാണ്. അപ്പൊ ഈ 2 ലൈനിനും പെർപെൻഡിക്കുലറായിട്ട് വരുന്ന, ഈ 2 വെക്റ്റേഴ്സിനും പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഒരു വെക്റ്റർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലൈനിന് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പൊ 2 വെക്റ്റേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്റ്റേഴ്സ് ഏതിനൊക്കെ? 2i + j-2kക്കും i + 3j + 4kക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു വെക്റ്റർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലൈനിന് എന്താണ്? പാരലലാണ്. അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 2 വെക്റ്റേഴ്സിൻ്റെയും എന്തെടുത്താൽ മതി? ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. ijk, അല്ലേ? ഏതൊക്കെയാണ്? 2, 1, -2, പിന്നെ 1, 3, 4. ഓക്കെ, 2 വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു വെക്ടർ എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ദീസ് ഗിവൺ വെക്ടേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10i, അതൊന്ന് ഡിറ്റർമിനന്റ് വെച്ച് കഴിഞ്ഞാൽ 10i - 10j + 5k ആണ് ആ വെക്റ്റർ. അതായത് 5 ഇൻറ്റു, അല്ലെങ്കിൽ അതിനെ നമുക്ക് 10i - 10j + 2k ആണ്, 5k ആണ് വെക്റ്റർ. സോ dr ഓഫ് ദിസ് ഗിവൺ ലൈൻ ഈസ് 10 - 10 എന്താണ്? 5 ആണ്. അതിന് നമുക്ക് 2 - 2 എന്തെഴുതാം? 1 എന്നെഴുതാം. 2 - 2 1 എന്ന് നമുക്ക് എഴുതാം. ഡയറക്ഷൻ റേഷ്യോസ് പ്രപ്പോർഷനിലാണ്. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ എന്ത്? ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 2 - 2 1 ഡയറക്ഷൻ റേഷ്യോയും ഏതാ? ഗിവൺ പോയിന്റ്. ഗിവൺ പോയിന്റ് എന്ന് പറയുന്നത് എന്താ? 2, 1 - 3 എന്താണ്? ഗിവൺ പോയിന്റുമായിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷനാണ് ഏത്? എൽ എന്ന് പറയുന്നത്, അല്ലേ? എൽ പാസസ് ത്രൂ ദ പോയിന്റ്. ഇനി നമുക്ക് ആ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാം. എന്താ ലൈനിൻ്റെ ഇക്വേഷൻ? നോക്കൂ, ഇക്വേഷൻ ഓഫ് ദ ലൈൻ എൽ ഈസ്, പാസ് ചെയ്യുന്ന പോയിന്റ് നോക്കുക, x - 2/a, x - x1/a. എന്ന് പറയുന്നത് 2 ആണ്. x - 2/2 ഈസ് ഈക്വൽ ടു y -(-1), y + 1/, അടുത്ത dr എന്താ നോക്ക്? -2 ഈസ് ഈക്വൽ ടു z -3, അല്ലേ? z -3/, അവിടുത്തെ dr എന്താ നോക്ക്? 1 ആണ്. ഓക്കെ, 1. ഇതാണ് എൽ എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ. ഓക്കെ, എൽ എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് ദ ലൈൻ ഇന്റർസെക്ട് ദ YZ പ്ലെയിൻ അറ്റ് ദ പോയിന്റ് Q, ഈ ലൈന്
YZ പ്ലെയിനിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് Q. YZ പ്ലെയിനിലാവുന്ന സമയത്ത് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലേ. ഈ ലൈൻ YZ പ്ലെയിനിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് എന്ത് Q എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ നോക്കുക, ഈ ലൈനിൽ വരുന്ന ഒരു പോയിന്റാണ് P. ഇങ്ങനെ പോയി അത് YZ പ്ലെയിനിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എന്താ നോക്കേണ്ടത്? ആ ലൈനിൽ നിന്ന് നമ്മൾ ജനറൽ പോയിന്റ് എടുക്കുന്നു. ജനറൽ പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടി x = 2 ലാംഡ + 2 എന്ന് എഴുതാം. y = -2 ലാംഡ പറഞ്ഞ -1 എന്ന് നമുക്ക് എഴുതാം. ആൻഡ് z = ലാംഡ + 3 എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ z ഇതിൽ എക്സ് കോർഡിനേറ്റ് YZ പ്ലെയിനിലായതുകൊണ്ട് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ലാംഡ = എന്ത് വന്നു നോക്കൂ? -1 വന്നു. ലാംഡ =-1 വരികയാണെങ്കിൽ y = -2 - 1. അപ്പോൾ 2 ആണ്. 2 - 1 എന്താ? 1 ആണ് അല്ലേ. അതുപോലെ തന്നെ -2 + 3 എന്ന് പറഞ്ഞാൽ z = 1 കിട്ടി. ഓക്കെ, അപ്പോൾ YZ പ്ലെയിനിൽ Q എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് -2 × -1 2 2 - 1 1. ഇനി ലാംഡ -1 ആണ്. അപ്പോൾ -1 + 3 ആണ്. -1 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. z = 2 ആണ്. അപ്പോൾ Q എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? 0, 1, 2 ആണെന്ന് മനസ്സിലായി. ഇനി P എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈനിന്റെ മുകളിലാണ്. അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എന്താ നോക്കുക, എന്താ പോയിന്റ്? 2, 1, -3 ആണ്. 2, 1, -3 ആണ് പോയിന്റ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് PQ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ PQ = √2 - 0 2 സ്ക്വയർ 4 പ്ലസ് 2 - 0 2 സ്ക്വയർ 4 പ്ലസ് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് P എന്താ? 2 - 1 3 ആണ് അല്ലേ. 2 - 1 3 സോറി 2 - 1 3 ആണ് PQ. അപ്പം -1 - 1 -2ൻ്റെ സ്ക്വയർ 4 3 - 2 1 1 സ്ക്വയർ 1. അപ്പോൾ √9 വന്നല്ലോ. √9 = 3 എന്ന ആൻസർ വരും. അതാണ് PQ. 3 എന്ന് പറയുമ്പോൾ ഏതാ ഓപ്ഷൻ നോക്കിയേ? ഓപ്ഷൻ C അല്ലെങ്കിൽ തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ.